എല്ലാവരും ഒന്ന് എഴുന്നേക്കടാ. എടാ എടാ പാലിനി ഇറങ്ങും സ്ഥലമെത്തി. ഏത് സ്ഥലം? പോലീസ് സ്റ്റേഷൻ. എന്താണോ ഇത്ര ലേറ്റ്? ഏർലി മോർണിംഗിനെ പ്രതീക്ഷിച്ചു. എത്താവായിരുന്നു റവ്വി. എല്ലാവരും മാറി മാറി ഓടിക്കാന്ന് പറഞ്ഞാ വണ്ടി കയറിയത്. അപ്പ തുടങ്ങി ഉറക്കവാ. ഇപ്പഴാ ഓരോരുത്തന്മാർ എഴുന്നേറ്റ് വരുന്നേ. പരിചയപ്പെട്ടോളൂ, ഇതാണ് റോയ്. വലിയ എസ്റ്റേറ്റ് മുതലാളി, പണക്കാരൻ, കൺട്രോൾ ചെയ്യാൻ തന്തേം തള്ളയുമില്ല. 6 പെങ്ങന്മാർ കൂടെ ഒറ്റയാങ്ങള, അവിവാഹിതൻ. കുട്ടപ്പായി പറഞ്ഞില്ലേ, അവിവാഹിതൻ. അത് ഉഷ എന്റെ ഫ്രണ്ടാ, എന്റെ മാത്രം ഫ്രണ്ട്. പേര് ചോദിക്കാൻ വിട്ടുപോയല്ലോ. ഐ എം രാജു. പാലുണ്ണി. ഐ എം അനിൽ. ഹലോ അലക്സ്. വരൂ. ഉഷേ, ശങ്കരോട് പെട്ടിയെടുത്ത് ആത്ത് വയ്ക്കാൻ പറയൂ. നിങ്ങൾ മുകളിലോട്ട് ചെല്ല്. ചെല്ല്. നാട്ടിൽ എന്താ ഉണ്ടായത് കുട്ടപ്പായി? ഒന്നും പറയണ്ട. ഒരു വള്ളംകളി, അടിപിടിയും കശപിശയും. ഒരുത്തൻ ചാകാറായി ആശുപത്രി കിടക്കുക. നമ്മുടെ പണിക്കരുടെ ആളാ. പണിക്കരുമായിട്ട് ശരിക്കങ്ങ് തെറ്റിയെന്ന് പറഞ്ഞാ മതിയല്ലോ. അത് ഞാൻ സ്ട്രോങ് ആയതുകൊണ്ട് 1 മാസത്തേക്കൊന്ന് മുങ്ങിക്കൂടാൻ DSP പറഞ്ഞു. മോളിക്കുട്ടിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങോട്ടാ പോന്നിരിക്കുന്നെന്ന്. അറിഞ്ഞാ പിന്നെ ടെലഗ്രാമും ഫോൺ കോളായിട്ടും എനിക്ക് ഇവിടെ ഇരിക്കപ്പുറത്ത് തരികയല്ല. യവന്മാരാരടാ ഈ ചിന്ന കമ്പനീസ്? നമ്മുടെ പാർട്ടീസാ, നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസാ. ഇവന്മാരാണ് ശരിക്കും കുഴപ്പം ഉണ്ടാക്കിയത്. അങ്ങനെ പറയണ്ട സാറന്മാരെ. നിങ്ങൾ റോയ് മുതലാളിയുടെ വീട്ടിൽ വന്നതാണല്ലേ? അപ്പൻ അമ്മയല്ല സ്വന്തക്കാര്. സ്വന്തക്കാര്? അതെങ്ങനെ? റോയ് മുതലാളിയുടെ വാടകയ്ക്കിട്ടിൽ താനേ എങ്ക മുതലാളി ഓഫീസ് വെച്ച് നടന്നത്. എങ്കട ഓഫീസിലെ കൊണ്ട് വരണ സാറന്മാര് എല്ലാം എനിക്ക് തെരിയും. ഉങ്കട സ്റ്റൈലെല്ലാം നോക്കിയാ നിങ്ങൾ അവിടെ താനെ വരൂന്ന്. എന്താ ഓഫീസാ? എക്സ്പോർട്ട് ഓഫീസ്. പുതു സ്റ്റാഫ്സ് വരുമ്പോത് റോയ് മുതലാളി എങ്ക മുതലാളി ചേർന്നതാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ആനാ ഒന്ന് റോയ് മുതലാളി ഓഫീസ് വരമാട്ട്. അങ്ങേർക്ക് എക്സ്പോർട്ട് തേവയുള്ളപ്പം ഇവിടുന്ന് സ്റ്റാഫിനെ ബംഗ്ലാവിലേക്ക് അയച്ച് ഡെലിവറി എടുക്കും. ഇതാ എങ്ങളുടെ ഓഫീസ്. ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ. അതല്ല എങ്ങളുടെ സ്റ്റാഫാ. ഒന്ന് കേറിട്ട് പോണോ? അളിയ ഇത് മറ്റേ കേസാ. മുത്തുവണ്ണ അളിയ സ്ഥലം മറ്റേതാ. ഈ മുത്തോണ്ണ നല്ല സ്നേഹമുള്ളവനല്ലയോ? പോവും. കിടക്കുമോ? കിടക്കും. ആനാ ഇത് വന്ന് ഓൾഡ് സ്റ്റോക്ക്. 3-4 പുതിയ സ്റ്റാഫ്സ് വന്നിട്ടുണ്ട്. அவங்க സൺഡേ കഴിഞ്ഞ വരൂ. നീங்க கொஞ்சம் കൂടി ഇരുട്ട് കൂടിയിട്ട് വാങ്ങ സാറന്മാരെ. അയ്യോ മുത്തുവാ, നമുക്കൊന്ന് കൂടാ. അല്ലല്ലോ കാര്യം, നിങ്ങൾ നടന്നു. ഞാൻ ചില ടേംസ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതല്ല ഞാൻ അല്ല, ഇത് പറഞ്ഞു. വേറൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഹലോ, ആരാ? ബാങ്ക് മാനേജരോ? ബാങ്ക് മാനേജരാ. പ്ലീസ് ഹോൾഡ് ഓൺ. ഞാൻ അകത്ത് പോണം അല്ലേ? പോണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ റോയിയാണ്. സാർ 2 ദിവസത്തേക്ക് കൂടി ക്ഷമിക്കണം. എന്റെ ഫൈനാൻഷ്യർ ഇന്ന് രാത്രി ഇവിടെ എത്തും. എല്ലാം എനിക്കറിയാം സാർ. ഏറിയാൽ ചൊവ്വാഴ്ച. ഇനി ഞാൻ അവധി പറയില്ല. ശരി സാർ. കൊള്ളാവിടാ മക്കളെ, കൊള്ളാം. തന്തയുള്ള കാലത്ത് ഒളിച്ചും പതുങ്ങിയുവാണെങ്കിൽ ഒരു തുടം വെള്ളമെങ്കിലും ഒഴിക്കുമായിരുന്നു. ഇപ്പൊ അതുമില്ല. അല്ല, നീ രാവിലെ എങ്ങോട്ടാ കാൽസ്രായൊക്കെ ഇട്ട്? ഞങ്ങൾ അതിഥികൾ വന്നിരിക്കുന്ന കണ്ടില്ലേ? ഞങ്ങളൊന്ന് എന്റർടൈൻ ചെയ്യേ. വല്ല സൈറ്റ് സീയിങ്ങിനോ ഹണ്ടിങ്ങിനോ ഒക്കെ കൊണ്ടുപോകാറുള്ളൂ. 1-2 ദിവസത്തേക്ക് ഞാൻ ഇത്തിരി ബിസിയാണ്. നിനക്കൊന്നും തോന്നരുത്. ഓഫീസിലെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. പോടാ, പുഞ്ചപ്പാടോ എസ്റ്റേറ്റോ ഒക്കെ ഉള്ള തന്തയുടെ മോൻ തന്നെയാടാ ഞാനും. ഒരാഴ്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കാൻ പറ്റാത്ത പടം രണ്ടെടുത്തൂല. നീ വാ. മക്കളെ റെഡിയായില്ലോ? എടാ ഇത് വാടാവേ. ഞങ്ങൾ എപ്പോഴേ റെഡി. അച്ചായോ, നമുക്കിന്ന് ലേക്കിലേക്ക്. ലേക്കിലെങ്കിൽ ലേക്ക് വാ. പ്ലീസ് കുട്ടപ്പായി, ഇന്നത്തേക്ക് എന്നെ ഒന്ന് ഒഴിവാക്കണം. അച്ചായോ,
റോയിച്ചാനെ ഇന്നത്തേക്ക് ഒഴിവാക്കാം. നീ ഒന്ന് വള, ഇവനെ അല്ല ഇവന്റെ തന്തയെ ഞാൻ കൊണ്ടുപോകും. കൊണ്ടുപോകും. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. അല്ലേ ആറ് പെങ്ങന്മാരെ അപ്പൻ നല്ല നിലയിൽ കെട്ടിച്ചു വിട്ടു. പിന്നെ അപ്പന്റെ കുതിരപ്പന്തയം, ഇടക്കാലത്തുണ്ടായ രാഷ്ട്രീയം, നാട് നീളെയുള്ള പെണ്ണുങ്ങൾ. പലയിടത്തും എനിക്ക് ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. ഞാനതൊന്നും അന്വേഷിച്ചിട്ടില്ല. അവർക്കൊക്കെ അപ്പൻ കൈയയച്ച് പണം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം മരിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് കടം കയറിയ എസ്റ്റേറ്റും ആ ബംഗ്ലാവും. പെങ്ങന്മാർക്ക് ഇന്നും ആവശ്യങ്ങളാ. എന്റെ അവസ്ഥ അവരറിയിക്കാനൊക്കെയല്ല. അവരോരോന്ന് പറയുമ്പോ പിന്നെയും ഞാൻ കടം വാങ്ങിക്കും. അയാൾ കൂടി ഉടക്കി പിരിഞ്ഞാൽ കേട്ടിട്ട് തമാശ തോന്നുന്നു. ആ തമിഴൻ ദേവരെ ഇത്രയ്ക്ക് പൂതി ഇളകി കളഞ്ഞ പെണ്ണ് അവൾ ആരാ? അശ്വതി. 55 വയസ്സ് കഴിഞ്ഞ തേവർക്ക് ആ കൊച്ചു പെണ്ണിനെ കീപ്പായിട്ട് വെക്കണം. അത് ഇടപാടാക്കി കൊടുത്താൽ എന്റെ കടം കുറച്ചു നാളത്തേക്ക് കൂടി നിർത്തിത്തരും. അപ്പൊ ഞാൻ ആരാടാ? ദിവംഗതനായ ഇരിപ്പുങ്കൽ വർക്കിയുടെ മോനാരാ? ബ്രോക്കർ റോയി. അതും ഒരു അൺസക്സസ്ഫുൾ ബ്രോക്കർ. அந்த பொண்ணை செட்டப் பண்றேன் 4 தடவை சொன்னேன். செஞ்சியா? മുതലാളി 2 ദിവസത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്കണം. ഇനി അത് നടന്നില്ലെങ്കിൽ കുറച്ച് പണമെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. குறைச்ச பணமா? ஏண்டா விளையாடுறியா? கொஞ்சம் பணமா எனக்கு நீ கொடுக்கணும். எவ்வளவு பணம் கொடுக்கற தெரியுமா? മുതലാളി പതുക്കെ. നാട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റുകളുണ്ട്. എന്നെ അവമാനിക്കരുത്. இந்த பதுக்குகளுக்கெல்லாம் பேச எனக்கு தெரியாது. நான் சத்தம் போட்டு தான் பேசுவேன். நீ 1 நம்பர் ஃப்ராடுன்னு எல்லாருக்கும் தெரியட்டும். யோ ஐயர, பெட்டி தெரையா தெரையா சீக்கிரம். பாத்தியாடா, நீ உங்க அப்பனுமா எனக்கு எழுதி கொடுத்த கடன் பத்திரம் உங்க எஸ்டேட் பூரா திருப்பி கொடுத்தாலும் என் கடனை அடைக்க முடியாதுடா. உங்க கடனை எப்படி வசூல் பண்றதுன்னு எனக்கு தெரியும். உங்க அக்கா தங்கச்சிங்களுக்கு சீதனமா எழுதி கொடுத்தீங்களே சொத்து, அதையும் சேர்த்து அமைக்கிருவேன். திருட்டு ராஸ்கல். ஐ எடியா புட்டியா മുതലാളി പ്ലീസ്. டேய், உனக்கு கொஞ்சம் டைம் கொடுக்கறேன். அது கூட உனக்காக இல்ல, உங்க அப்பனுக்காக. இன்னைய ராத்திரியும் நாளைய பகலும் அதுக்குள்ள. டேய், ஊர்ல வேற பொண்ணே கிடைக்கலன்னு இல்லடா, தேவர் ஒரு பொண்ணை நினைச்சிட்டா அதை முடிச்சிடணும். அது என் பழக்கம், என் பரம்பரை பழக்கம். வர பாப்பா, நல்லா இருக்கிறியாம்மா? ஐயே, ചായോ, ഈ പാവി എല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന പോലായി. നമുക്കിവിടെ നിക്കക്കളി ഇല്ലെന്നാ തോന്നുന്നു. റോയിയെ സഹായിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാ. ഒന്നുമില്ലല്ലോ, അഭയം തന്നവനല്ലേ. എങ്ങനെ? പറയാം. അല്ലേ, ഇതാരൊക്കെയാ? വാങ്ങ സാർ, വാങ്ങൂ. അല്ല, പരിചയപ്പെടലൊക്കെ കഴിഞ്ഞോ? ഒരു സ്ഥലത്ത് വരുമ്പോ അവിടുത്തെ ദിവ്യന്മാരുമായിട്ടൊക്കെ ഒരു വാങ്ങ സാർ, വാങ്ങൂ. ഓരോരുത്തർക്ക് വേണ്ടവരൊക്കെ സെലക്ട് ചെയ്തോ. നില്ലേ, എനിക്ക് വേണ്ട വിളക്കേര് നിങ്ങൾ സെലക്ട് ചെയ്തരുതല്ലോ. ആരാടി അമ്മിണി? ഇടി, അമ്മിണി ആരാണെന്ന് ഞാൻ കൂപ്പിട്ട് പറഞ്ഞു. അതപ്പോ നിങ്ങൾ തുടങ്ങും. അക്കാ, അവിടെ വിളിക്കുന്നു. ആര്? റോയ് സാറിന്റെ ഫ്രണ്ടാ, പുറത്തുനിന്ന് വന്നതാ. ആരായാലും എനിക്ക് വയ്യെന്ന് പറ. വയ്യെന്നോ? ആരാണ് അവള്? വേശ്യാലയത്തിലെ ശീലാവതിയോ അതോ സദാചാരത്തിന്റെ കാവൽ മാലാക്കയോ? വിളിയാളവിടെ. അത് വന്ന് അമ്മണി ആര് പറഞ്ഞു? അടിക്കില്ലേ വരുന്നേ. മോളെ വിളിക്കണം.
ആരാടാ ഇയാള്? മുതലാളി, ആരാ മുതലാളി? എങ്ക മുതലാളി. ഓ, താനാണല്ലേ മത്തായി. എവിടോ അമ്മണി? വിളിയോ, എനിക്ക് അവളെ വേണം, അവളെ മോളെ വേണം, വിളിയടാ. ഒന്ന് അടങ്ങ്, നമുക്കൊക്കെ വഴിയുണ്ടാക്കാം. എവിടെ അവള്? അന്ത റൂമിലുണ്ട് സാർ. എവിടെ അവള്? ബഹളം കെട്ടി ഇറങ്ങി ഓടിക്കാണ്. അവര് തമ്മിൽ കണ്ടോ? ഇല്ല. രക്ഷപ്പെട്ടു. എവിടാ അമ്മണി മോളും? അവൾ ഈ ബഹളം കേട്ടതിൽ പോയെന്ന് തോന്നുന്നു. നീ ആ റോയിയെ പറ്റിച്ച പോലെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. ബഹളം വെക്കാൻ സാറേ, ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ? പിന്നെ പബ്ലിക് പ്ലേസ്. സാറ് വാ, എടാ, നീ നമുക്ക് വലിയ പറയാം. വാചകമൊന്നും അടിക്കാൻ വാ, പറ്റില്ല. ഞാനല്ലേ കള്ളനാണ്. പറഞ്ഞത്. കയ്യെന്ന് വിട. എടാ ഇവിടെ വിട. നമ്മളിവിടെ വന്ന് ന്യായമായ ഒരു കാര്യത്തിനാ. അവൾ എന്തിനാ ഇറങ്ങി ഓടണം? അവളാരാ, ശീലാവതിയോ? അത് അവിടെ ചേച്ചിയോ? അതൊന്നും അല്ലല്ലോ. നമ്മളൊക്കെ പോലെ തന്നെയല്ലേ അവളും. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. നീ വിട. നമ്മൾ വന്ന കാര്യം സഹിക്കാതെ പോകുന്ന പ്രശ്നം ശരിയാവുന്നില്ലേ പറയുന്നത്? എടാ മത്തായി, ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് അവളെയും മോളെയും റോയിയുടെ ബംഗ്ലാവിൽ എത്തിച്ചില്ലേ കുട്ടപ്പായുടെ സ്വഭാവം നീ മനസ്സിലാക്കും. അച്ഛൻ വണ്ടിലോട്ട് കയറിയട്ടെ, കയറേ. ഹ. എന്താണ് നോക്കിയിരിക്കുന്നത്? പോകത്ത്. അമ്മേ, എന്തു പറ്റി? എന്താ ഈ സമയത്ത് തിരിച്ചു വന്നത്? ഞാനിന്ന് അയാളെ കണ്ടു മോളെ. അയാള് തന്നെ. ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. ആ ശബ്ദം അയാളോ? ആരുടെ കാര്യം അമ്മ ഈ പറയുന്നത്? അയാൾ എന്നെ തേടി വന്നതാ. എന്നെ ചതിച്ചത് പോരാഞ്ഞ് വർഷങ്ങളായിട്ടും പിന്നെയും പക. ഇപ്പൊ എന്റെ മോളെ കൂടി. കൊല്ലും ഞാൻ അവനെ. ഇന്ന് വരെ അയാളെ മനസ്സിൽ പോലും ഞാൻ അവനെന്ന് വിളിച്ചിട്ടില്ല, വെറുത്തിട്ടില്ല. കുറച്ചു സമയം മുമ്പ് വരെ. അമ്മേ, അതേ മോളെ. ചിരിച്ചു കാണിക്കും, സ്നേഹം അഭിനയിക്കും. ചതി പറ്റുമ്പോൾ കൂടി നമുക്ക് അയാളെ വെറുക്കാൻ കഴിയില്ല. അതാ അയാള്. അമ്മേ, പാവപ്പെട്ട നിന്റെ അമ്മയെ അയാൾ ചതിക്കായിരുന്നു. വേണമെന്ന് വിചാരിച്ച് ഒരു തമാശയ്ക്ക്. ഫ്രാൻസിസ് എന്താ ആലോചിക്കുന്നത്? ഇക്കാര്യത്തിൽ കയ്യും മെയ്യും മറന്ന് ഞങ്ങൾ വർക്ക് ചെയ്തെന്ന് വെച്ചോ, ഞങ്ങൾക്ക് എന്താ ഒരു ലാഭം? ലാഭം പബ്ലിസിറ്റി. നല്ല പബ്ലിസിറ്റി അല്ലേ? പൗരപ്രമുഖനായ നിങ്ങളൊക്കെ ലോ കോളേജിൽ നിന്ന് ഇറങ്ങിയല്ലേ? കുടുംബത്തിൽ കാശുള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഒരു ചവിട്ടുപടി. എനിക്കാണ് എന്റെ വാരിക്കൊരു പബ്ലിസിറ്റിയും. ഒരു സമൂഹ വിവാഹം സംഘടിപ്പിക്കാന്നൊക്കെ പറയുമ്പോ നിങ്ങളെപ്പോലെ ചില പ്രമുഖ സാമൂഹ്യ വിരുദ്ധന്മാരും ചില സാംസ്കാരിക സംഘടനകളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ബലമാ. താനി വന്നേ. ഞങ്ങൾ തനിക്ക് ബലം തരാം. പക്ഷേ ഞങ്ങൾ ഈ ചില കുരുത്തക്കേടൊക്കെ ഒപ്പിക്കും. താനതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ചോണം. എങ്ങാനും നാറിയ ഞങ്ങൾ ഒറ്റരുത്. ഇല്ല, ഏതായാലും ഈ ലോ കോളേജിൽ നിന്നും പട്ടണത്തിൽ നിന്നും ഒക്കെ പിരിയുക. ഈ ജന്മത്ത് ഞാനൊന്നും LLB പാസ്സാകാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഈ നഗരത്തിൽ നമ്മുടെ ഒരു പാദമുദ്ര കിടക്കട്ടെന്താ? പുലിവലാവില്ലല്ലോ. ഇല്ലടോ. എന്നാ ഞാൻ അറിയട്ടെ, എനിക്ക് ഈ കലക്ടറേയും വീഡിയോ ഒന്ന് കാണണം. കണ്ടിട്ട് വൈകുന്നേരം ഹോസ്റ്റലിലോട്ട് വരാം. ഫ്രാൻസിസേ, ഇത് പിള്ളേര് കളിയല്ല കേട്ടോ. ഒന്ന് പോടാ പുല്ലി. സമൂഹ വിവാഹം, മാങ്ങാത്തൊലി, ഇതൊക്കെ ഒരു ഫ്രോഡ് വേലയാണെന്ന് വരുന്ന അവന്മാർക്കും കേട്ടുന്ന അവൾമാർക്കും അറിയാം. പിന്നെ ഒത്താ ഒക്കട്ടെ എന്ന് വിചാരിച്ചു വരുന്നു, അത്ര തന്നെ. ആദ്യമായി ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീമാൻ പ്രസന്നകുമാർ സംസാരിക്കുന്നതായിരിക്കും. ബഹുമാന്യരെ, വിവാഹ ചെലവുകളും അതിന്റെ ഫോർമാലിറ്റികളും അത്യന്തം ദുർഘടമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഈ ദൗത്യം ഏറ്റെടുത്ത മഹിളാ കേരളം വാരികയെയും അതിന്റെ പത്രാധിപരായ ശ്രീ കരുണാകരനെയും ഞാൻ അഭിനന്ദിച്ചുകൊള്ളുന്നു. അടുത്തതായി കുമാരി അമ്മിണിയും ശ്രീമാൻ കൃഷ്ണകുമാരും തമ്മിലുള്ള വിവാഹം. ചേട്ടാ ചേട്ടാ, ഒന്ന് എണീറ്റേ. ആരോ പുറത്ത്. ആരാണ് ഈ പാതിരാത്രി നേരത്തെ ശല്യത്തിന് വരുന്നത്? ആരാണ്? ആരാണ്? എന്താണ് നിന്റെ ഉദ്ദേശം? കുട്ടപ്പായി, നിന്നോടാ ചോദിക്കുന്നത്. ഞാനൊരു തമാശക്ക് ഇങ്ങനെ കല്യാണം കഴിച്ചാണോ തമാശ കളിക്കുന്നത്? നീ ഇപ്പഴാണ് എന്നൂടെ ചേട്ടനോ? ചേട്ടനാടി ഇവനോ? ഒരു സമ്മേളനത്തിൽ മാലയിട്ടെന്നും പറഞ്ഞ് ദില്ലിക്കിറപ്പാടെ മോനെ ഓസിനങ്ങ് വിഴുകാൻ നേരിച്ചല്ലടി പച്ച. കാണിക്കില്ല കഴിവണം. റൂമിൽ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും അറിയും പൊക്കോണം. ഇനി അവന്റെ കണ്ണും വെട്ടത്തെങ്ങാനും ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ റപ്പായി നീ അറിയും. എന്റെ മോനാരുടെ ഓസ് വാങ്ങിയെന്ന് വേണ്ട. ചതിയാണെന്ന് അറിഞ്ഞിട്ടും എനിക്ക് ആ മനുഷ്യനെ വെറുക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, കഴിഞ്ഞില്ല. എന്നും കഴിയുന്നില്ല. അദ്ദേഹം പിരിയുമ്പോ നീ എന്റെ ഉള്ളിൽ ജന്മം എടുത്തു കഴിഞ്ഞിരുന്നു. ഞാൻ ആകെ പതറിപ്പോയി. ആരും എന്നെ സഹായിച്ചില്ല. ജനിച്ചു വളർന്ന അനാഥ മന്ദിരത്തിലും ഭാര്യയുടെ ഓഫീസിലും ആരും എവിടെയൊക്കെയോ ശ്രമിച്ച് അദ്ദേഹത്തിന്റെ മേൽവിലാസം എനിക്ക് കിട്ടി. സ്ത്രീധനത്തൊക്കെ ഒന്നും ഇനിയൊരു പ്രശ്നമല്ല മാത്തച്ച. നിങ്ങളുടെ സ്ഥിതിക്ക് ഒട്ടും കുറയ്ക്കില്ലെന്നറിയാം. പിന്നെ മോളിക്കുട്ടിയെ നിങ്ങളെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി എന്തുവാ കുറി കൊടുക്കണം, വിളിച്ചു കൊല്ലണം. എന്നാലും പെണ്ണും ചെറുക്കനും പരസ്പരം ഒന്ന് കാണണ്ടായോ? ഇപ്പോഴത്തെ കാലല്ലേ. ഞങ്ങളുടെ മോളിക്കുട്ടി കുട്ടപ്പായെ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. പള്ളിയിലോ വെച്ചോ മറ്റോ. അവക്ക് കാര്യമാ. അപ്പൊ പിന്നെ ഇനി ഒന്നും തീരുമാനിക്കാനില്ല. തീയതി അങ്ങ് നിശ്ചയിച്ചു. എന്റെ ചെറുക്കൻ വന്ന് കാണും, അവന് ഇഷ്ടപ്പെടും, അങ്ങ് കെട്ടും. അവൻ തന്തയ്ക്ക് പറഞ്ഞോനാ ലേടി മുതലാളി. ഞാൻ ഇപ്പൊ വരാവേ. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ
അങ്ങോട്ടങ്ങനെ മാറി നിൽക്ക്. ആരും കാണണ്ട. അങ്ങോട്ടങ്ങനെ മാറി നിൽക്കാൻ. ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ കുടുംബത്തിന്റെ സൽപ്പേര് കളയാൻ വന്നാണോടി നീ? അപമാനം എനിക്ക് താങ്ങാൻ ഒക്കില്ല. വേറെ ഒന്നോടുണ്ടായ ഇവനോടുള്ള സ്നേഹം പങ്കുവന്ന് പോകുമല്ലോ എന്നോർത്ത് കുടുംബം നിലനിർത്താനുള്ള ഒരേ ഒരു കണ്ണിയാ. ഞാനത് സഹിക്കല. എല്ലാത്തിനും കൊന്തിയും കായലെറിഞ്ഞളിയും. നിനക്കറിയാവോ, ഇന്ന് അവന്റെ കല്യാണ നിശ്ചയമായിരുന്നു. ഒരു പിറക്കാപ്പിള്ളെ കൊന്നുകളയാൻ നിന്നെ മനസാക്ഷി അനുവദിക്കുന്നില്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല. എവിടെയെങ്കിലും പോയി അതിനെ പെറ്റുവളർത്ത് ജീവിച്ചോ. കാണാമറയത്ത് എവിടെയെങ്കിലും. ഈ ജന്മം നിനക്ക് കഴിയാനുള്ള വക ഞാൻ തന്നേക്കാം. കിഴക്ക് എന്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. നിന്നെ ഒരാളെ കൂട്ടി ഞാൻ അങ്ങോട്ട് വിടാം. എന്റെ ഒരു ആശ്രിതനാ മത്തായി. ആരും അറിയില്ല. ഈ ഔദാര്യമൊക്കെ എന്തിനാണെന്ന് അറിയാവോ? കുട്ടപ്പായി ഒരിക്കലും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. മേലാൽ നീ അവനെ കാണാനോ മറ്റോ ശ്രമിച്ചാൽ ഇല്ലിക്കറപ്പാട് തനി ഗുണം നീ അറിയും. സംഗതി അവൻ കാണിച്ച പോക്കൃതരവാ. പക്ഷെ കുടുംബത്തിന് മാനം നോക്കണ്ട. ആ എസ്റ്റേറ്റിന്റെ മുഴുവൻ വരുമാനവും അവൾ എടുത്തോട്ടെ. മത്തായിക്കുള്ള ശമ്പളം മാസാമാസം ഞാൻ അവിടെ എത്തിച്ചോളാം. നിനക്ക് കാശിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ഞാൻ വേണ്ടത് ചെയ്തോളാം. പക്ഷെ ഒരു കാര്യം, ഈ ലോകത്ത് നീയും ഞാനും അല്ലാതെ മറ്റൊരാളും ഇത് അറിയരുത്. അവിടെ നിന്നും തന്ന സ്ഥലം പുറമ്പോക്കാണെന്നും ആദായമൊന്നുമില്ലെന്നോ മത്തായി പറഞ്ഞത്. കള്ളാണെന്ന് എനിക്കറിയാം. ആരോട് പരാതിപ്പെടാനാ? തെറ്റ് ചെയ്യാൻ മത്തായി ഒരുപാട് പ്രേരിപ്പിച്ചെങ്കിലും ഞാൻ വഴങ്ങിയില്ല. നിന്നെ പ്രസവിച്ചു കഴിയുന്നതുവരെ മത്തായി ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ പിന്നെ അയാള് തന്നെ ഒരു ദിവസം ബലമായി എന്നെ നിന്നെ കഷ്ടപ്പാടില്ലാതെ വളർത്തണം, നിനക്കൊരു ജീവിതം കിട്ടണം. അതിനൊക്കെ ഞാൻ തിരഞ്ഞെടുത്ത വഴി അത് തെറ്റായി പോയെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. ഒരിക്കലും കാണില്ല, കാണണ്ടെന്നൊക്കെ കരുതിയതാ. ഞാനൊരു സ്ത്രീയല്ലേ മോളെ. മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്നെ സ്വീകരിക്കണ്ട, നിന്നെ കാണാൻ വരും, സ്വീകരിക്കും. ആ മനുഷ്യൻ ഇന്ന് അവിടെ വന്ന നീയല്ലെങ്കിൽ വേണ്ട, നിന്റെ മോൾ എവിടെയെന്ന് പറഞ്ഞു. ഈ 17 വർഷവും ഞാൻ അയാളെ വെറുത്തില്ല. എന്റെ തെറ്റ്. മൃഗമാണവൻ, മൃഗം. അമ്മേ, നമ്മളിനി എന്ത് ചെയ്യും അമ്മേ? ഇവിടെ വന്നാലോ? നേരെ അയാൾ ഇവിടെ വരാനും മടിക്കില്ല. എവിടെയെങ്കിലും പോവാം. ബാലന്റെ അടുത്തേക്ക് തന്നെ പോവാം. അമ്മേ, ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ നിന്നെ അവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ വേഗം വേഗം റെഡി ആയിക്കോ. പോണേന് മുമ്പ് അച്ഛൻ എനിക്കൊന്ന് കാണണം. ഒന്നിനുമല്ല, വെറുതെ ദൂരെ മറിഞ്ഞിരുന്ന് കണ്ടു. വെറുതെ ഒരാശ. എന്താ? വെളിനാട്ടുകാരൻ ഒരുത്തൻ ഇവിടെ വന്നെന്താ പ്രശ്നം ഉണ്ടാക്കുന്നേ? അതൊന്ന് കാണണമല്ലോ. അവന്മാര് ഈ കോളനി വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ പോയി കിടന്നുറങ്ങ്, ഞങ്ങൾ കാവലിലുണ്ട്. താൻ പിന്നെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ എന്നോട് പറയായിരുന്ന എന്താ? അതിനുള്ള അവസരം ഉണ്ടായില്ല, ആവശ്യം വന്നില്ല. എന്തൊരു മാരണമാണ്. ദൈവഭാഗ്യത്തിന് അവനും അവളും തമ്മിൽ കണ്ടില്ല. ഞാൻ അപ്പൊ തന്നെ വണ്ടിയെടുത്ത് അവരെ പുറകെ പോന്നതാ. കുട്ടപ്പായി ഇപ്പൊ എവിടെയുണ്ട്? ആ ലേക്കിനടുത്ത് വെള്ളം അടിച്ചിരിപ്പുണ്ട്. വെള്ളത്തിന്റെ പുറത്ത് അവന്മാർ അമ്മിണിയുടെ വീട് തപ്പി പോകാനും മതി. അവര് തമ്മിൽ കണ്ടുമുട്ടിയ മുതലാളിയുടെ കാര്യം അതോടെ തീർന്നു.
അവന്റെ കുടുംബത്തിൽ നിന്ന് അവന്റെ കൊച്ചിന് കൊടുത്ത മുതല് ഇന്ന് ഞാനല്ലയോ അനുഭവിക്കുന്നത്. അമ്മയും മോളും തന്തയും എല്ലാം കൂടി ഇപ്പൊ ഒന്നാ. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഞാൻ എന്തും ചെയ്യും. ഒന്നുകിൽ ആ പെണ്ണിനെ പിടിച്ച് തേവരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആ തേവരെ കൊല്ലുക. അതേടോ മൂന്നാമതൊരു മാർഗമില്ല. ഞാനങ്ങോട്ട് മാറിക്കും, തന്നെ കാണില്ല. റോയ്മോനെ, നിന്റെ കാര്യം ഞാൻ ഏറ്റു. എനിക്കൊരാപത്ത് വന്നപ്പോ സഹായിക്കാൻ നാട്ടിൽ ഒരു മറ്റൊന്നുമില്ലായിരുന്നു, നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ നിനക്കൊരാപത്ത് വരുമ്പോ വന്നപ്പോ പണം കൊണ്ട് സഹായിക്കാൻ ഇപ്പൊ എന്നെ കൊണ്ട് വാങ്ങില്ല. ആ പെണ്ണിനെ തള്ളയും കൂടെ തൂക്കിയെടുത്ത് നിന്റെ മുമ്പിട്ട് തരാം. ഈ പിള്ളേരെല്ലാം കൂടെ കയറി പിടിച്ചോണ്ടാ അപ്പൊ അവിടെ ചെയ്യാൻ ഒന്നും ചെയ്യായിരുന്നേ. അവളെ വീട്ടിൽ ചെന്ന് പൊക്കാനുള്ള ബലത്തിനാ വെള്ളവടി തുടങ്ങിയതേ. പക്ഷേ സംഗതി ഇത്തിരി ഓവറായിപ്പോ. അല്ലെങ്കിൽ ഇന്ന് അല്ലടാ, ആ മത്തായി അവളെ ഇന്ന് ഇവിടെ കൊണ്ടുവരാന്നല്ലയോ പറഞ്ഞിരിക്കുന്നേ. ഇല്ലേലും നീ വിഷമിക്കണ്ട, നാളെ നേരം വെളുക്കട്ടെ. അല്ലെങ്കിൽ ഈ കള്ളം നിറങ്ങി ഞാനൊന്ന് കാലേ നിൽക്കാറാകട്ടെ. ഈ പാതിരാത്രിക്ക് തന്നെ ഞാൻ അവളെ പോക്കും. ഒരാവശ്യം പറയുമ്പോ ഇങ്ങനെയുണ്ട് ഒരു സദാചാരബോധം. കുലസ്ത്രീയൊന്നും അല്ലല്ലോ, തൊഴിൽ പറ്റത് തന്നെയല്ലേ. അതൊന്നും സാരമില്ല, കുട്ടപ്പായി പോയി കിടക്ക്. നാളെ സംസാരിക്കാം. അല്ല വിട്ടെ 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 വിട്ടെ. നിന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ മത്തായി, അവൻ മഹാകള്ളക്കഴുവറുടെ പോനാ. അവൻ വിചാരിച്ച ഇതിന് വല്ല പഞ്ചം ഉണ്ടോടാ. തള്ളയും മോളും മത്തായും കൂടെ നിന്നെ പറ്റിക്കുക. അച്ചായോ, ബാക്കി നാളെ സംസാരിക്കാം. അല്ല അല്ലേ, അല്ലെങ്കിൽ ഇപ്പോ സംഗതി നടന്നില്ല നിലവയ്ക്ക്. ആ തേവരെ പിടിച്ച് നമുക്ക് രണ്ട് പൂശാം അല്ലേ. മുതല് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മുതലും പലിശയും കൂടെ കിട്ടുമ്പോ കൊടുക്കും. അതിന് പെണ്ണ് കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞ എവിടത്തെ ന്യായമൊന്നും നമ്മളെ പഠിപ്പിക്കണ്ട. നാളെ സംസാരിക്കാം. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ മാർക്കുള്ളൂ. ഒറ്റയാ. അതെങ്ങനെ പിള്ളേരെ ഇവനെയും തമ്മിൽ തെറ്റിക്കുക. ഒന്ന് ഫോൺ ചെയ്താൽ മതി. ആ പന്ന റാസ്കൽ കുടയ്ക്കനാലുണ്ടെന്ന്. അപ്പോഴാ പിള്ളേരോ? അവന്മാരും കൂടെ തന്നെയുണ്ട്. പോലീസിന് വിവരം അറിയിച്ചാലോ? എന്തിന്? കേസിനെന്താ വിലവുള്ളത്? പിറ്റേ ദിവസം തന്നെ അവൻ ജാമ്യത്തിൽ ഇറങ്ങി നമ്മുടെ മുമ്പിൽ കൂടി നെഞ്ചു പിരിച്ച് നടക്കും. പെറിക്കുത്തരം മുറിപ്പത്തല്. പല്ലിക്കൊന്ന് അവിടെയുള്ള ഏതെങ്കിലും കൊക്കയിലേക്ക് വലിച്ചെറിയണം. നമ്മുടെ ആൾക്കാരെയെല്ലാം വിളിച്ചു, ഇപ്പൊ തന്നെ പുറപ്പെടണം. ശരി മുതലാളി.